ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് കുക്ക്ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫിഷ് കറി റെസിപ്പിയാണെന്ന്. അതെ, ഇന്നൊരു സിമ്പിൾ ഫിഷ് കറി റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ കുക്കിങ്ങൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബിഗിനേഴ്സിനും പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫിഷ് കറി റെസിപ്പി. പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ നാളികേരമൊന്നും അത്ര അധികം അവൈലബിൾ ആവില്ല. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന തരത്തിൽ, അതായത് നാളികേരം കുറച്ച് ഉപയോഗിച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇതിൽ കൂടെ കാണിക്കുന്നത്. ഇന്ന് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മീൻ പുള്ളിപ്പാര എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ്. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ തരത്തിൽ ഫിഷ് കറി ഉണ്ടാക്കാവുന്നതാണ്. 1 കിലോ മീനാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്, 2-3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം, ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെക്കുക. കുറച്ച് കറിവേപ്പില എടുത്ത് വെക്കുക. ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ സവാള ആയാലും മതി. നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 4 സ്പൂൺ ഇതുപോലത്തെ സ്പൂൺ നാളികേരമാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണോളം സാധാരണ മുളക് പൊടിയും ചേർത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ മുളക് പൊടി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. വളരെ കുറച്ചത് ഇത്രയും എടുക്കാൻ പാടുള്ളൂ. നമ്മൾ കസൂരി മേത്തി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മീനിൻ്റെ കറിയുടെ രുചി വേറെ ആയിപ്പോവും. ഇത്രയും കസൂരി മേത്തിയും കൂടി അതിലേക്ക് ചേർത്ത് അരച്ചു വെക്കൂ. നമ്മുടെ മീൻ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കിട്ടും. നമുക്കിനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈ അരപ്പ് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മീൻ കറി വെക്കാനായിട്ടുള്ള ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കറി വെക്കുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ചട്ടിയുടെ എല്ലാ സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. എണ്ണ ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കുറച്ച് ഇഞ്ചി, നമ്മൾ ആദ്യം ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചിയാണ്, അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് നന്നായിട്ട് ഇറങ്ങും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോഴേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ചെറിയുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ, അതായത് ഇതുപോലത്തെ ഒരു കളറായിട്ട് വരുന്ന വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ നിന്ന് നമ്മുടെ അരപ്പൊക്കെ ഇതിലേക്ക് ഇട്ടു. വെള്ളമൊന്നും ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ഇടുന്നിട്ട് 1-2 മിനിറ്റ് ഇട്ട് നമ്മളൊന്നിങ്ങനെ വഴറ്റണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ അരപ്പിൽ നിന്ന് പെട്ടെന്ന് നെയ്യ് തെളിഞ്ഞ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓൾറെഡി നമ്മുടെ ആ ഒരു അരപ്പൊന്ന് മൂക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കറിയിലേക്ക് നെയ്യ് തെളിഞ്ഞ് വരും. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ അരച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചു. എന്നിട്ട് അത് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇനി നമുക്ക് എന്തോരാണ് നമുക്ക് ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. എനിക്ക് മീൻ കറി കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഈ സമയത്ത് തന്നെ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുടംപുളിയാണ്. കുടംപുളി ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ മീൻ കറി വെക്കുന്നത്. കുടംപുളി ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് കുടംപുളിയും ആ വെള്ളം സോക്ക് ചെയ്ത വെള്ളവും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പൊടിയുപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ആയാലും മതി. ഇനി നമ്മൾ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വടിച്ച് ഈ ഒരു കറിയിലേക്ക് ചേർക്കുക. ഇനി നന്നായിട്ട് തിളക്കണം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പകുതി മൂടി വെക്കണം. അതായത് കുറച്ച് ആവി അതിൽ നിന്ന് പുറത്തേക്ക് പോവാൻ പറ്റണം. ആ തരത്തിൽ വേണം നമ്മൾ മൂടി വെക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അരപ്പ് നമ്മളിതുപോലെ മൂടി വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഗ്രേവിയൊക്കെ നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇതുപോലെ അല്ലാതെ ഇട്ട് കൊടുത്ത് അതിൽ മുങ്ങിക്കെടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ നിരത്തി വെച്ച് നമ്മൾ ഇനി വീണ്ടും തിളപ്പിക്കണം.
ഇതുപോലെ വീണ്ടും തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു 5 മിനിറ്റും കൂടി നമ്മൾ മൂടി വെക്കണം. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ കുറുക്കി നമ്മുടെ മീൻ കറി പാകാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ടുള്ള മീൻ കറി ആയിട്ടുണ്ട്. കണ്ട നല്ലോണം മേലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് മീനൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ കുറുകി പാകമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതിൻ്റെ മേലെ ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ട കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവൂലേ ഈ ടൈപ്പ് മീൻ കറി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നോക്കുക. പലരും ഈ ഒരു മെത്തേഡിൽ തന്നെ കറി വെക്കുന്നവരായിരിക്കാം. പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ടുള്ള മീൻ കറി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.